Hey guys, it's me IMADZ ALDIN and welcome back to another great new video. So, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോൺഫിഡൻസിനെ കുറിച്ചിട്ടാണ്. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് സംസാരിക്കാൻ മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ്. ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങളിലോട്ട് എത്തിക്കണം തോന്നി. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുകയാണ്. നമ്മുടെ ഈ ഒരു ലോകത്ത് ജനിച്ചു വീഴുന്ന 100 കുട്ടികളിൽ 90 കുട്ടികളും വളരെയധികം കഴിവുകളുള്ള ടാലൻ്റ് ആയിട്ടുള്ള വളരെ മികച്ച അടിപൊളിയായിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ ഈ ഒരു 90 കുട്ടികളിൽ 10-12 പേര് മാത്രമാണ് അവരുടെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്ത് അവരുടെ ആ ഒരു കഴിവ് ഡെവലപ്പ് ചെയ്ത് ടാലൻറ്റിനെ ഡെവലപ്പ് ചെയ്ത് വളരെ അടിപൊളിയായിട്ട് ഏറ്റവും നല്ലൊരു ലെവൽ അല്ലെങ്കിൽ അത്രയധികം ഡെവലപ്പ് ചെയ്യുന്നവരെന്ന് പറയുന്നത് ഈ 10-12 പേരാണ്. അതായത് 90-ൽ ജസ്റ്റ് 10-12 പേര് മാത്രമാണ് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു 10-12 പേരിൽ 1-2 ആളുകളാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുന്നത്. ഈ 1-2 ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കോൺഫിഡൻസ് ആണ്. അതായത് അവരുടെ കോൺഫിഡൻസ് അത്രയധികം ഹൈ ആണ്, അത്രയധികം വളരെ മികച്ചൊരു കോൺഫിഡൻ്റ് അവർക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർ അത്രയധികം ഹൈറ്റ്സിലെത്തുന്നു. കാരണം ഈ ഒരു കോൺഫിഡൻസ് എന്നുള്ളത് നമ്മുടെ സക്സസിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നത് ഈ കോൺഫിഡൻസ് ആണ്. നമ്മളിൽ തന്നെ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നമ്മുടെ ഗോൾസിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നമുക്കധികം വളരെയധികം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയും. സോ അത്രയധികം ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു കോൺഫിഡൻസ് ഉള്ളത്. സോ നമ്മുടെ ജേർണിയിൽ നമ്മുടെ സക്സസ്സിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് വഹിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഈ ഒരു കോൺഫിഡൻസ് എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കും? സോ അതിനു മുമ്പായിട്ട് പലർക്കും പല കോൺഫിഡൻസ് താഴ്ന്നു പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ചില എക്സാംസ് ഒക്കെ വരുമ്പോൾ ചിലർക്ക് അതെനിക്ക് സാധിക്കുമോ, അത്രയും എനിക്ക് പഠിക്കാൻ കഴിയുമോ, അത്രയും എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് പല രീതിയിലും പലർക്കും കുറയാറുണ്ട്. സോ അതൊരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ വേറെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഒരു ക്രൗഡിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ക്രൗഡിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമോ ഇല്ലയോ അത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക്. ഓക്കെ, സോ നിങ്ങൾ സംസാരിക്കുമോ ഇല്ലയോ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനനുസരിച്ചിരിക്കും. സോ അവിടെയൊക്കെയാണ് നമ്മുടെ കോൺഫിഡൻസ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. അതുപോലെ നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ, നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ ഒക്കെ നമ്മുടെ കോൺഫിഡൻസ് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. കാരണം നമ്മളിൽ തന്നെ വിശ്വസിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ അതാണ് ഈ കോൺഫിഡൻസ് പറയുന്നത്. സോ നമുക്ക് ഇനി എങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുക, ഹൗ ടു ബിൽഡ് കോൺഫിഡൻസ് എന്നാണ് നമ്മുടെ വീഡിയോ ടോപ്പിക്. So again, welcome back to another great new video. So നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കിടക്കാം. സോ നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള, ബിൽഡ് ചെയ്യാനുള്ള ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് കീപ് യുവർ ആറ്റിറ്റ്യൂഡ് എന്നതാണ്. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതായത് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് വേണം. അതായത് നമ്മൾ എന്ത് പ്രോബ്ലം വന്നാലും നമ്മളതിനെ ഫേസ് ചെയ്യുക, അതിനെ നമ്മൾ തരണം ചെയ്യുക, അതിനു വേണ്ടി നമ്മൾ ബിൽഡ് ചെയ്യുക, അതിനു വേണ്ടി നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. അതായത് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം. എന്ത് പ്രശ്നം വരികയാണെങ്കിൽ അതിന് സാരമില്ല, അതിന് കുഴപ്പമില്ല, അതിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല, അതൊരിക്കലും എന്നെ തളർത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് മുന്നോട്ട് പോകണം. ഏത് ഒരു പ്രോബ്ലം വന്നാലും, ഏതൊരു ചലഞ്ച് വരികയാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് പതുക്കെ ചേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് ഒരു മൈൻഡ് സെറ്റ് ആകും. കാരണം നമ്മൾ ഇങ്ങനെ ഈ ഒരു ലെവലിലോട്ട് ചിന്തിക്കുമ്പോൾ, നമ്മൾ സ്ഥിരം ഈ ഒരു ലെവലിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ട് നമ്മൾ അത്രയധികം ടോപ്പായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ എത്തുന്നുള്ള കാര്യം. സോ അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ കാര്യം നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. അത് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുക. അതായത് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ അതിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുക. അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാതെ പോയിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ പോയി അറ്റൻഡ് ചെയ്യാന്നുള്ള അതല്ല. അതിന് പകരം പ്രിപ്പയർ ചെയ്ത് പോയാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും. കാരണം നമുക്കൊരു ഉള്ളിലൊരു തോന്നലുണ്ടാകും, നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ കഴിയും, ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ എക്സാംസ് ആണെങ്കിലും പ്രിപ്പയർ ചെയ്ത് പോകുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് അവിടെ പോയി എഴുതാൻ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആയിരിക്കും. സോ പ്രിപ്പയർ വെൽ ഫോർ യുവർ കോൺഫിഡൻസ്. അതായത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ടാമത്തെ കാര്യമാണ് പ്രിപ്പയർ വെൽ എന്നുള്ളത്. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യമാണ് ഡീൽ എക്സ്പെക്ടേഷൻസ് എന്നുള്ളത്. അതായത് നമ്മുടെ മേലെ നമുക്ക് തന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും, നമ്മുടെ ഗോൾസിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. അതായത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും, നമ്മൾ ഈ ഒരു ലെവലിൽ എത്തണം, ഈ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു ലെവലിൽ എത്തണം. പക്ഷേ പലർക്കും പല കോൺഫിഡൻസ് ഇഷ്യൂസ് വരുന്നത് ഇവിടെയാണ്. നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു വർഷം കൊണ്ട് പെൻഡിങ് ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് നമുക്കിത് എത്താൻ കഴിയുമോ, ഈ ഒരു ഹൈറ്റ്സിൽ, ഈ ഒരു ടാർഗറ്റിൽ നമുക്ക് എത്താൻ കഴിയുമോ, ഈ ഒരു ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ, ഈ ഒരു ഡ്രീം എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള പലയധികം കോൺഫിഡൻസ് ഇഷ്യൂസും പലർക്കും ഫേസ് ചെയ്യാറുണ്ട്.
സോ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്ടേഷനെ ഡീൽ ചെയ്യാനാണ്. അതായത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് നിർത്തിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കും, ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ നമുക്ക് അടുത്തൊരു വർഷത്തേക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം, ഈ ഒരു ദിവസം, നമുക്ക് ഈ ഒരു നിമിഷം എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രസൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അതിൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. ആൻഡ് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെനുവിൻ എന്നതാണ്. അത് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് ഇടപെടുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും ജെനുവിനായിട്ട് നൽകുക, നമ്മുടെ ഒരു ക്യാരക്ടർ നമ്മൾ കാണിക്കുക എന്നതാണ്. ഏറ്റവും ജെനുവിനായിട്ട്, ഏറ്റവും അവരുടെ ക്ലോസ് ആയിട്ട് ഏറ്റവും ജെനുവിനായിട്ട് നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സോ അത് നമ്മൾ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. നമ്മളൊരു കള്ളം പറയുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻ്റ് ആയിരിക്കും നമ്മൾ ഇങ്ങനെയാണ്. സോ അത് ജസ്റ്റ് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ജെനുവിനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് അഞ്ചാമത്തെ ഒരു കാര്യമാണ് ഗ്രൂമിങ് എന്നുള്ളത്. അതായത് നമ്മുടെ അപ്പിയറൻസ് നമ്മൾ വളരെയധികം അടിപൊളിയായിട്ട് കാണിക്കുക. അതായത് ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല, നമ്മളിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരാനാണ്. സോ നമ്മളൊരു നന്നായിട്ട് ഒരു ഷർട്ട് അയൺ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഇട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. എൻ്റെ ഈ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് അത്രയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സോ നമ്മുടെ അപ്പിയറൻസും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡ്രസ്സിങ്ങും ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുക, അതുപോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മൾ ഗ്രൂം ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക് സ്പീക്കിംഗ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ പറഞ്ഞാൽ അവിടേക്ക് അധികം ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ആറാമത്തെ ഒരു കാര്യമാണ് ലേൺ ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി. അതായത് കുറേ അധികം ലാംഗ്വേജസ് നമ്മൾ പഠിക്കുക, കുറേ അധികം ലാംഗ്വേജസ് പഠിക്കുക, ഇംഗ്ലീഷ് പഠിക്കുക, അതുപോലെ തന്നെ ഹിന്ദി പഠിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജസ് നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സോ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് ഇംഗ്ലീഷ് ചിലപ്പോൾ വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലാംഗ്വേജസ് പഠിച്ചു വെക്കുക. സോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിൽ പോകണം, സോ അവിടെ നമുക്ക് പലതരം ലാംഗ്വേജസ് ആവശ്യം വരും. സോ അവിടെയൊക്കെ നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട്, ആളുകളായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ അത്രയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ പുതിയ ലാംഗ്വേജസ് പഠിക്കുക. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ലാംഗ്വേജ് എന്താണോ അത് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ട് അത് നന്നായിട്ട് സംസാരിക്കുക, നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക ആ ലാംഗ്വേജിനെ. സോ അതാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള വേറെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ആറാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഏറ്റവും പ്രോ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ബി കോൺഫിഡൻറ്റ്. അതായത് നമ്മൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിരിക്കുക. ഇപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിലും അത് നമ്മൾ കോൺഫിഡൻ്റ് ആണ്, ഐ എം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കത് സാധിക്കും, എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അതായത് എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുക. ഏറ്റവും ബി കോൺഫിഡൻറ്റ് എന്നുള്ള നമ്മൾ ആ ഒരു കോട്ട് നമ്മൾ എവിടെയും എഴുതിയേക്കാം, ബി കോൺഫിഡൻറ്റ് എന്നുള്ളത്. സോ എന്തായാലും അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് നമ്മൾ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിലെയൊക്കെ തളരാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട്, ഇപ്പോൾ എന്ത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിലും ഐ എം കോൺഫിഡൻറ്റ്, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. സോ അതാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ടിപ്പ് എന്ന് പറയുന്നത്. സോ ഇതാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള 7 ടിപ്സ് എന്ന് പറയുന്നത്. സോ എന്തായാലും നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ദെൻ ബൈ.